ദൈവം യേശുക്രിസ്തു വഴി നമുക്ക് നൽകുന്ന രക്ഷ സമ്പൂർണ്ണമാണ്. പകുതി രക്ഷ അല്ലെങ്കിൽ കുറച്ചു നാളത്തേക്ക് രക്ഷ നമുക്ക് നൽകി നമുക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം നൽകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പകരം നമ്മുടെ ആത്മാവിനും മനസ്സിനും ശരീരത്തിനും പൂർണ്ണമായും എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവപിതാവ് യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നത്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 7-ാം അധ്യായം 25-ാം വാക്യം, തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിവുള്ള യേശുക്രിസ്തു പൂർണ്ണമായ രക്ഷ തന്നെ സമീപിക്കുന്ന ഓരോരുത്തർക്കും നൽകുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് കുറച്ചുപേർ യേശുവിനെ സമീപിക്കുന്നുണ്ട്. എല്ലാവരും തളർവാദ രോഗിയുടെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ 9-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന് സൗഖ്യം നൽകുന്നതിന് മുമ്പേ യേശു ആത്മാവിന് സൗഖ്യം നൽകുന്നു. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് അറിയാമെന്നാണ്. എന്നാൽ പലപ്പോഴും അത് ശരിയാകണമെന്നില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം അത് യേശുവിന് മാത്രമേ അറിയൂ. അത് നൽകുന്നത് വഴി സമ്പൂർണമായ ഒരു രക്ഷയുടെ അനുഭവവും ശാരീരിക സൗഖ്യവും ഭൗതിക അനുഗ്രഹങ്ങളും യേശു നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം യേശു നൽകുന്ന രക്ഷയുടെ മറ്റൊരു വരമാണ് നഷ്ടപ്പെട്ടതെല്ലാം പുനഃസ്ഥാപിച്ചു നൽകുക എന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് നാം അത് കാണുക. പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്ന ധൂർത്തപുത്രന് എല്ലാം തിരികെ നൽകി പുനഃസ്ഥാപിക്കുന്ന ദൈവം. നഷ്ടപ്പെട്ട ദൈവപുത്ര സ്ഥാനവും അവകാശങ്ങളും ദൈവം വീണ്ടും തിരികെ നൽകുന്നു. അതിലൊരു കുറവും ദൈവപിതാവ് വരുത്തുന്നില്ല. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. എന്നിട്ട് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. പാപത്തിൽ നിന്നുള്ള വിടുതൽ ദൈവം നൽകുന്ന രക്ഷയുടെ ഏറ്റവും അടിസ്ഥാനമാണ്. ഇത് ദൈവം എല്ലാവർക്കും ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നു. 1 തിമോത്തിയോസ് 2:4, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ തീത്തോസ് 2:11, എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവം നൽകുന്ന സൗജന്യമായ പാപമോചനവും രക്ഷയും രക്ഷയുടെ അനുഭവവും നമുക്കെല്ലാവർക്കും നൽകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നാം എല്ലാവരും പശ്ചാത്തപിക്കണമെന്നും പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെടണമെന്നും യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷ സ്വന്തമാക്കണമെന്നും ദൈവം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വഴിയൊരുക്കുകയും ചെയ്യുന്നു. 2 കൊരിന്തോസ് 7:10, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കുകയും മാനസാന്തരവും നവീകരണവും നടക്കുന്ന മനസ്സും ഹൃദയവുമാണ് യേശു നൽകുന്ന രക്ഷ സ്വീകരിക്കുവാൻ നമ്മെ ഏറ്റവും കൂടുതൽ യോഗ്യരാക്കുന്നത്. അത് യേശു സാധ്യമാക്കുന്നത് തൻ്റെ കുരിശുമരണത്തിലൂടെയാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം അധ്യായം 9 വാക്യം 15, വിളിക്കപ്പെട്ടവർ വാഗ്ദത്തമായ നിത്യാവകാശം പ്രാപിക്കുന്നതിന് അവൻ ഒരു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി. കാരണം ആദ്യത്തെ ഉടമ്പടിക്ക് വിധേയരായിരിക്കെ നിയമം ലംഘിച്ചവർക്ക് അവൻ സ്വന്തം മരണത്താൽ രക്ഷയായി തീർന്നു. ക്രിസ്തുവിൻ്റെ മരണം വിശ്വാസം വഴി നമ്മൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും. എൻ്റെയും ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ ഹിതപ്രകാരം പുത്രനായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് നമ്മെ സ്വതന്ത്രരാക്കി എന്ന് വിശ്വാസം വഴി ഏറ്റുപറയുന്നിടത്താണ് നമ്മുടെ സമ്പൂർണമായ രക്ഷയുടെ ആരംഭം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം, അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ
അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. പാപത്തിൻ്റെയും പിശാചിൻ്റെയും അടിമത്തത്തിൽ നിന്നുള്ള വിമോചനവും നമ്മുടെ മാനസാന്തര ജീവിതവുമാണ് സമ്പൂർണമായ രക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഇതിലൂടെ എല്ലാ സൗഖ്യവും അനുഗ്രഹങ്ങളും നമ്മിലേക്ക് കടന്നു വരികയും ചെയ്യും. 2 കൊരിന്തോസ് 6:2 അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ രക്ഷയുടെ ദിവസത്തിൽ അങ്ങേക്ക് സ്വീകാര്യമായ ഈ സമയത്ത് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി യേശുവെ, അങ്ങയെ ഞങ്ങൾ ഏറ്റുപറയുന്നതോടൊപ്പം അങ്ങ് കുരിശുമരണത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ പാപമോചനവും രക്ഷയും ഞങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സമ്പൂർണമായ രക്ഷ അങ്ങയുടെ പക്കലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഞങ്ങളെ പൂർണ്ണമായി രക്ഷിക്കുമെന്നും ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവായ യേശുവേ, ദൈവപിതാവിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളുടെയും കുടുംബങ്ങളുടെയും സമൂഹങ്ങളുടെയും ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നുള്ള അവിടുത്തെ ആഗ്രഹം അവിടുന്ന് നിറവേറ്റണമേ. കർത്താവായ യേശുവേ, പാപികളായ ഞങ്ങൾക്കെല്ലാവർക്കും പശ്ചാത്താപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും കൃപ വർഷിക്കണമേ. കുരിശുമരണത്തിലൂടെ അങ്ങ് ഞങ്ങൾക്കും ലോകത്തിനും നേടിത്തന്ന രക്ഷ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് കുരിശുമരണത്തിലൂടെ ഞങ്ങൾക്ക് രക്ഷ നൽകുന്നുവെന്ന് വിശ്വാസം വഴി ഞങ്ങൾ ഏറ്റുപറയുന്നു. വിശ്വാസത്തിൻ്റെ ദാനം നൽകി രക്ഷയുടെ അനുഭവത്തിൽ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് വളർത്തണമേ. കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സകലത്തിൻ്റെയും മേലുള്ള പിശാചിൻ്റെ അധികാരങ്ങൾ അവിടുന്ന് നിർവീര്യമാക്കണമേ. ദൈവമേ, ഈ നിമിഷം ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും സമൂഹാംഗങ്ങളും അവിടുത്തെ സൗഖ്യദായകമായ പരിശുദ്ധാത്മ ശക്തി സ്വീകരിച്ച് എല്ലാ രോഗങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിക്കുകയും എല്ലാ പാപങ്ങളിൽ നിന്നും വിമുക്തി നേടുകയും ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും ത്രിത്വൈക ദൈവമായ യേശുവിൻ്റെയും പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെയും നിങ്ങളുടെ കുടുംബങ്ങളോടും സമൂഹങ്ങളോടും കൂടെയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നൽകുന്ന സമ്പൂർണമായ രക്ഷയുടെ അനുഭവം നാം എല്ലാവരും സ്വീകരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ പാപങ്ങളിൽ നിന്നുള്ള മോചനവും രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യവും പൈശാചിക അധികാരങ്ങളിൽ നിന്നുള്ള വിടുതലും സമ്പൂർണമായ രക്ഷയും നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.